നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ് കൂട്ടുകാരെ, ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ഇത്തവണ നോമ്പെടുത്തോ? നമ്മുടെ കൂട്ടുകാരും നോമ്പെടുത്തു. എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയോ? കാണാം കാട്ടിലെ കൂട്ടുകാർ. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Kabil. Happy birthday to you. Happy birthday to you. Happy birthday to Thanks Moto, thanks Gambir. കപിലേ, ബർത്ത്ഡേക്ക് കേക്കാണ് മുറിക്കേണ്ടത്. ഓ എന്റെ ഗംഭീരെ, എന്റെ കയ്യിൽ കേക്ക് വാങ്ങാനുള്ള പണമില്ല, അതുകൊണ്ടാണ് ഈ പപ്സ് ഞാൻ വാങ്ങിയത്. നോ പ്രോബ്ലം, ഞാൻ ജോക്ക് അടിച്ചാലും ചുമ്മാ. പറഞ്ഞ ശരിയാ, കപിൽ ഈ പപ്സെങ്കിലും തന്നല്ലോ. അത് കേട്ടിട്ടൊന്ന് താങ്ങിയതാണല്ലോ. നിങ്ങൾ കഴിക്ക്, എനിക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതല്ലേ നിങ്ങൾ. കപിലിന് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഓ നന്ദി. അപ്പോ നമുക്കിനി പപ്സ് കഴിക്കാം. നമുക്ക് തുടങ്ങാം. അത് ഗംഭീർ. ഇത് നമ്മുടെ മോട്ടുവിന്. അല്ല കപിലേ, ഇത് മുട്ട പപ്സ് ആണല്ലേ? അതെ, മുട്ട പപ്സാ. ഇന്നുകൂടി ഞാൻ ഈ നോൺ വെജ് കഴിക്കൂ. നാളെ മുതൽ ശരിയാണല്ലോ നയമ്പാ. ഹായ് ഫ്രണ്ട്സ്, ഹായ്, ഞാൻ വൈകിയോ? ഇല്ല പപ്പീസേ, വാ വാ വാ. ഹലോ, ഹാപ്പി ബർത്ത്ഡേ കപിൽ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പപ്പീസ്. നിങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലേ? നിങ്ങൾ എപ്പോഴും തുടങ്ങി? ഇന്നുകൂടി ഈ നോൺ വെജ് കഴിക്കാൻ പറ്റും. പറഞ്ഞത് നേരാ, 50 നോയമ്പ് തുടങ്ങിയല്ലേ? എന്തായാലും ഇന്ന് കൂടിയേ ഞാനും കഴിക്കുള്ളൂ. നമുക്ക് കൃത്യമായി 50 നോയമ്പ് എടുക്കണം കേട്ടോ. വേണം വേണം വേണം. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പറഞ്ഞത് കറക്റ്റാ. എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നോൺ വെജിനോട് വിടാം. എന്തായാലും ഇന്ന് കൂടി കഴിക്കാം. നമ്മുടെ പപ്പീസിന് പപ്സ് അപ്പോൾ കൂടി കപിലിന്റെ ജന്മദിനാശംസകൾ. മാർക്കറ്റിൽ പോയി വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വൈകും. വിശപ്പിന് എന്തെങ്കിലും നമുക്ക് കഴിക്കണ്ടേ? ഓ അത് നേരാ, ഇപ്പൊ തന്നെ വയറുകറിയുന്ന മണം വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ളതാ, ചുമ്മാ തിന്നു നടക്കാൻ ടൈമൊന്നും ഇല്ലാട്ടോ. കുറച്ച് ദിവസം മുമ്പായിരുന്നെങ്കിൽ ചന്തയിൽ പോകാൻ ഒരു ത്രില്ലായിരുന്നു കേട്ടോ. ത്രില്ലോ? അതെന്താ കാരണം? വല്ല ചിക്കൻ റോളോ ബർഗറോ പപ്സോ ഒക്കെ കഴിക്കാമായിരുന്നു. അപ്പൊ നോമ്പെടുത്തത് ബുദ്ധിമുട്ടായെന്ന് എന്താ പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. എന്റെ കപിലേ, ഇത്ര വിഷമിച്ച് നോയമ്പെടുക്കണമായിരുന്നു. പറഞ്ഞത് നേരാട്ടോ. ഞാൻ എന്തായാലും പിടിച്ചു നിൽക്കും. എന്നിട്ടാണോ ഇങ്ങനെ പറഞ്ഞത്? അത് നേരാ, നമുക്ക് കഴിയുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാവൂ. അതെ 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 അതെ, ആരും നിർബന്ധിച്ചില്ലല്ലോ നോയമ്പെടുക്കാനായിട്ട്, സ്വന്തം തീരുമാനമല്ലേ. സോറി സോറി സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണേ. എന്റെ പപ്പീസേ ക്ഷമിക്ക്, കപിൽ ഒരു ആവേശത്തിലൊന്ന് തള്ളി നോക്കിയതല്ലേ. ഈ ആവേശം നോയമ്പിലും കാണിക്കണം, മനസ്സിലായോ? ഞാനൊന്നും പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് വേഗം നടക്ക്. ഓക്കെ ഓക്കെ.
ഭാഗ്യം നൊയമ്പ് കയറായിരുത്തിട്ടില്ല. അല്ലെങ്കിലും ഈ ചിക്കനും ബീഫും ഒന്നുമില്ലാതെ എത്ര കാലമെന്ന് വെച്ചാ പിടിച്ചു നിൽക്കുക. ആർക്കും എന്തും പറയാം. പക്ഷെ ഈ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി ഒരു ഭക്ഷണ പരിപാടിയും ഇല്ല. എന്റെ കാണുമ്പോ തന്നെ കൊതി തോന്നുന്നു. ചിക്കന്റെ മണം, എന്തൊരു മണം! വണ്ടർഫുൾ. ഇത് ഇരുന്ന് കഴിച്ചാലേ ഒരു സുഖം കിട്ടൂ. ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെ. അങ്ങനെ വയറ് നിറഞ്ഞു. കുറച്ച് ദിവസമായി കഴിക്കാത്തത് കൊണ്ടായിരിക്കും ഒരു ഉഗ്രൻ ടേസ്റ്റ്. മുഴുവൻ തിന്നാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് മുഴുവൻ ഇന്ന് തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നാളെയും മറ്റന്നാളൊക്കെ. അപ്പോൾ വന്ന് കഴിക്കാം. ആരും കാണാതെ ഒരു നോൺ വെജിറ്റേറിയൻ നൊയമ്പെടുക്കൽ. ബാക്കി നാളെ കഴിക്കാം. എന്നിട്ട് വീണ്ടും നൊയമ്പെടുക്കാം. ഓശാന തിരുനാൾ കർമ്മങ്ങൾ കഴിഞ്ഞപ്പോ മനസ്സിന് എന്ത് ആശ്വാസമാണ്. ശരിയാ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഉപവാസവും നൊയമ്പും കഴിഞ്ഞപ്പോൾ എന്ത് സുഖം. മെന്റലി ആൻഡ് ഫിസിക്കലി നല്ല സുഖം. തീർച്ചയായും ഈ ഓശാന പെരുന്നാൾ ദിവസം വലിയ സന്തോഷം തോന്നുന്നു. അല്ല പപ്പീസ് എന്തോന്നും മിണ്ടാതെ നടക്കുന്നത്. അതെ, പിന്നെ ഞാൻ നൊയമ്പ് കാലത്തെ കുറിച്ച് ആലോചിച്ചതാ. പപ്പീസിന്റെ കൂടെ ചന്തയിൽ പോയ ദിവസം എന്നോട് നൊയമ്പിനെ പറ്റി പറഞ്ഞത് ഞാൻ കൃത്യമായി പാലിച്ചു. ഒരു നോൺ വെജും ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഡോസാ പപ്പീസ് എന്ന് കൊടുത്തത്. എന്തായാലും ഈ പ്രാവശ്യത്തെ എന്റെ ഓശാന തിരുനാൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിന്റെ തുടക്കമാണ് കേട്ടോ. ഞാന് ഇതിലെ പോട്ടെ. എനിക്ക് ഈ വഴി പോകേണ്ട ഒരു കാര്യമുണ്ടേ. പിന്നെ പറയാം, നമുക്ക് നാളെ കാണാം കേട്ടോ. ഇത് നല്ല കൂത്ത്. ഈ പപ്പീസിന് എന്താ പറ്റിയത്? വന്നേ നമുക്ക് പോവാം. ശരി, നമുക്ക് പോവാം. അല്ല, ഇവിടെ എവിടെയോ ആണല്ലോ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അത് ഈ വഴി വന്നപ്പോ തന്നെയാ ഞാൻ ഒളിപ്പിച്ച് വെച്ചത്. ഇനിയിപ്പോ അതെവിടെ പോയി? കിട്ടിപ്പോയി. ഇവിടെ ഉണ്ടെന്റെ മുതല്. ഗഡുവാടാ മോനെ. ആവു ഭാഗ്യം, സംഭവം പെട്ടിയിൽ തന്നെയുണ്ട്. എന്തൊരു മണം. മണമുണ്ടോ? ഇല്ല, കേടായിട്ടൊന്നുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും. ഇനി അല്പം കേടായാലെന്താ? ഈ മാതിരി സാധനം ഇനി കുറച്ച് ദിവസത്തേക്ക് തിന്നാൻ കിട്ടത്തില്ല. എന്തായാലും കഴിക്കാൻ തന്നെ. അധികം കഴിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് വയറ് നിറയുന്നു. വയറിന് എന്തോ പോലെ ഇന്നലത്തെ ആയതുകൊണ്ടായിരിക്കണം. വയറ് നിറഞ്ഞിട്ടാവും. ബാക്കി നാളെ കഴിക്കാം. വയറിൽ എന്തോ ഒരു പള്ളിപ്പെരുന്നാളാണല്ലോ എൻ്റെ ദൈവമേ, എൻ്റെ അമ്മി. അയ്യോ, അമ്മോ, വയറ് വേദനിക്കണ്ടല്ലോ. അയ്യോ, അല്ല പപ്പീസിന് എന്ത് പറ്റിയാവോ? ഫുഡ് പോയിസൺ ആണ്. വെജിറ്റേറിയൻ കഴിച്ചാലും ഫുഡ് പോയിസൺ ഉണ്ടാവും. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് പപ്പീസിന്റെ അടുത്ത് എത്താം. ഇന്നലെ കൂടി നമ്മൾ ഒരുമിച്ച് പള്ളിന്ന് വന്നതല്ലേ? അതേനെ, അസുഖം വരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. വേഗം വാ. ദൈവാനുഗ്രഹം പപ്പീസിന് വേണ്ടുവോളമുണ്ട്. പൂപ്പൽ വിഷബാധയിൽ നിന്നും കഷ്ടിച്ച് പപ്പീസ് രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ കരുതല് കൊണ്ടാണ്. ഞാൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം സാറേ.
പപ്പീസ് നോയമ്പെടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിച്ചാ ഈശോ പൊറുക്കില്ല കേട്ടോ. പപ്പീസ് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പപ്പീസിന്റെ കൂട്ടുകാരെ പറ്റിച്ചു, വീട്ടുകാരെ പറ്റിച്ചു. എന്തിന്? ദൈവത്തിന് നിരക്കാത്തത് ചെയ്തു. ശരിയല്ലേ? ശരിയാ സാറേ. കരയാതെ പപ്പീസ്. ഈ ഒരു സമയത്ത് പപ്പീസിനെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും നല്ലവരായ കൂട്ടുകാർ വന്നില്ലേ? അതോർത്ത് സന്തോഷിക്കേ. കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കും കൂട്ടുകാരെ. എന്റെ തെറ്റിന് നിങ്ങൾ ക്ഷമിക്കണം കൂട്ടുകാരെ. പപ്പീസിനോട് എല്ലാവരും ക്ഷമിച്ചു. പപ്പീസ് കുറ്റസമ്മതം നടത്തിയോടെ ദൈവവും ക്ഷമിക്കും. നമുക്കെല്ലാവർക്കും ഓശാന നാളിൽ ഈശോയെ ചുമന്ന കഴുതയുടെ എളിമ ഏറ്റുവാങ്ങാം. ഈശോയെ മനസ്സിലേക്കിയാൽ നമുക്കും മഹത്വം ലഭിക്കും. ഇപ്പൊ മനസ്സിലായോ നോമ്പിനെ കുറിച്ച്? ഇനി നമുക്ക് ഓശാനയുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ അറിയാം അങ്കിൾ. അല്ല, കൂട്ടുകാർക്ക് അറിയാലോ. ഞാൻ അറിഞ്ഞുകൂടാ. ഓക്കെ, എന്താ ഇന്നത്തെ പ്രത്യേകത? ഇന്നാണ് ആ, ഓശാന ഞായർ. ഓ ശരിയാണ്, ഓശാന ഞായറാണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നിങ്ങളുടെ എല്ലാം മനസ്സിൽ വരുന്നത്? യേശു കർത്താവിനെ കുറിച്ച്. ആ, യേശു കർത്താവിനെ കുറിച്ച്. പിന്നെ കുരുത്തോല. ഓ അതെ അതെ. പിന്നെ വേറെന്താ? കഴുതക്കുട്ടി. ആ, കഴുതക്കുട്ടിയെ കുറിച്ച് ഓർക്കാറുണ്ടല്ലേ? യേശു കഴുതപ്പുറത്ത് കയറി ആ തെരുവിലൂടെ വരുമ്പോൾ ആളുകളെല്ലാം പുതപ്പുകളും അതുപോലെ മറ്റു സാധനങ്ങളും ഇട്ട് ദാവീദ് പുത്രന് ഹോസന്ന എന്ന് പറഞ്ഞ് പാടി വാഴ്ത്തുന്ന ഒരു ഉത്സവം പോലെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതെ അങ്കിൾ. ഓക്കെ, ഇത് പറയുമ്പോൾ അങ്കിളുടെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്താ അങ്കിൾ അത്? യേശു കർത്താവ് കയറിയ ഒരു കഴുതക്കുട്ടി അല്ലേ? അതെ അങ്കിൾ. അതിനു മുമ്പും ആ കഴുതി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ യേശു പറഞ്ഞു, എനിക്കതിന് ആവശ്യമുണ്ട്. അതിൻ്റെ പുറത്ത് കയറി യേശുവും ആ കഴുതപ്പുറത്ത് കയറി ആ തെരുവിലൂടെ വരുമ്പോൾ ആളുകളെല്ലാം ശബ്ദമുണ്ടാക്കുന്നു, പലവിധമായ പുഷ്പങ്ങൾ എറിയുന്നു, പുതപ്പുകൾ ഇട്ട് കൊടുക്കുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം കഴുതക്കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. എല്ലാവരും അടിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്താണല്ലേ? പക്ഷെ ഇപ്പോൾ ആദരിക്കപ്പെടുക. എന്താ കാരണം? തൻ്റെ പുറത്ത് ആരാ ഉള്ളത്? യേശു കർത്താവുള്ളത്. നമ്മുടെ ജീവിതവും ഈ കഴുതക്കുട്ടി പോലെ തന്നെയായിരുന്നു. നമ്മളെന്നും ആർക്കും വേണ്ടാത്തവരാണ്, വിലയില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് നാം വിലയുള്ളവരാണ്. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ കൂടെ യേശു കർത്താവ് ഉണ്ട്. യേശു ഇല്ലെങ്കിൽ നമ്മൾ സീറോയാണ്. പക്ഷേ യേശു ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ഹീറോ ആണ്. അതെ അതെ, നമ്മൾ ഹീറോസാണ്. കാരണം യേശു നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വിലയുണ്ട്. നമുക്കറിയാം, പൂജ്യം എന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പൂജ്യത്തിന് തനിയെ നിൽക്കുമ്പോൾ വിലയുണ്ടോ? ഇല്ല. എന്നാൽ പൂജ്യത്തിൻ്റെ കൂടെ അക്കങ്ങൾ ചേരുമ്പോൾ, ഒന്ന് ചേരുമ്പോൾ അത് വിലയുള്ളതായി മാറും അല്ലേ? അതെ അങ്കിൾ. അതുപോലെ നാം വിലയില്ലാത്തവരാണ്. എന്നാൽ വിലയായി തീർക്കുന്ന ഒന്നുണ്ട് യേശു നമ്മുടെ കൂടെ വരുമ്പോൾ. ഈ ഓശാന ഞായറിൽ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. നമ്മെ വിലയുള്ളതാക്കി തീർക്കുവാൻ സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ വന്ന ഒരു നല്ല രക്ഷിതാവ്, നമ്മുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല രക്ഷിതാവ്, ആ രക്ഷിതാവിനെ ഓർക്കുന്ന, ആ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഒരു ദിനമായി തീരട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. ബൈ. ഇനി സന്ദേശങ്ങൾ കൈമാറാനുള്ള സമയം. ഇത്തവണ കൂടുതൽ കത്ത് വന്നിട്ടുള്ളത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയാണ്. തീർച്ചയായും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കത്തുകൾ എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ബൈ.